അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുത്ത് റസൂലുള്ള തങ്ങളെ ഹൃത്തിൽ നിലാവേകു തിങ്കളെ, മുത്ത് റസൂലുള്ള തങ്ങളെ ഹൃത്തിൽ നിലാവേകു തിങ്കളെ, അങ്ങാണി ലോകത്തിൻ നായകരെന്നു ഞാൻ നാളുനീളെ പറഞ്ഞു. അങ്ങേക്കല്ലാതിവിടെ അധികാരമില്ലെന്ന് ആയിരം നാവാലെ മൊഴിഞ്ഞു. അങ്ങേക്കു വേണ്ടി അലറി അവസാനമായെങ്കിൽ അഭിമാനമെന്ന് തെളിഞ്ഞു. അങ്ങൊന്ന് കനിഞ്ഞവരിരു ലോകത്തും രാജകീയരാണെന്ന് പാരിൽ പരന്നു. യമീനം ബി റബ്ബി ഇന്ന ഖൽബി യുഹിബ്ബുഹു ഫദാക റജാഇ ഫിൽ ഹയാതി വഫിൽ മമാതി. മുത്ത് റസൂലുള്ള തങ്ങളെ ഹൃത്തിൽ നിലാവേകു തിങ്കളെ, മുത്ത് റസൂലുള്ള തങ്ങളെ ഹൃത്തിൽ നിലാവേകു തിങ്കളെ. കണ്ണുള്ളോർ കണ്ടു, കണ്ടോരെ കണ്ടു, കണ്ടപ്പോൾ വിണ്ടു കൽബുള്ളിൽ പൂണ്ടു. കണ്ണുള്ളോർ കണ്ടു, കണ്ടോരെ കണ്ടു, കണ്ടപ്പോൾ വിണ്ടു കൽബുള്ളം പൂണ്ടു. കാലങ്ങൾ ഞാൻ കാത്തു കിടന്നു, കാണാൻ കൊതിയായി ഏറെ നടന്നു. കാലങ്ങൾ ഞാൻ കാത്തു കിടന്നു, കാണാൻ കൊതിയായി ഏറെ നടന്നു. നബിയേ കണിയേ മദിയേ കണിയേ, കനവിൽ വരുമോ യാ നബിയേ. മദീന മലരെ പൂമലരെ ത്വാഹ യാസീൻ മെഹബൂബേ. മദീന മലരെ പൂമലരെ ത്വാഹ യാസീൻ മെഹബൂബേ. കനവിൽ നബിയേ യാ റസൂലേ വരണം തണിയേ യാ ഹബീബേ. കനവിൽ നബിയേ യാ റസൂലേ വരണം തണിയേ യാ ഹബീബേ. മദീന മലരെ പൂമലരെ ത്വാഹ യാസീൻ മെഹബൂബേ. മദീന മലരെ പൂമലരെ ത്വാഹ യാസീൻ മെഹബൂബേ. പിടച്ചിടുമീ ഹൃദയത്തിൻ്റെ തുടിപ്പൊഴിയും സമയം, പടപ്പിനുണ്ടോ പടച്ചവന്റെ തുണയൊഴികെ അഭയം. മരവിപ്പിൻ്റെ മനുഷ്യരൂപം അതിലൊഴിയും ചലനം, മടക്കിത്തരാൻ ഹസ്റായിലും നിസ്സഹായനാം നിമിഷം. ലോകം കണ്ട നിൻ തുറന്നു വെച്ച കണ്ണുകൾ രണ്ടും മടയും. ലോകം കണ്ട നിൻ തുറന്നു വെച്ച കണ്ണുകൾ രണ്ടും അടയും.
തുടിച്ചിടുമീ ഹൃദയത്തിൻ്റെ തുടിപ്പൊഴിയും സമയം പടപ്പിനുണ്ടോ പടച്ചവന്റെ തുണയൊഴികെ അഭയം മരവിപ്പിൻ്റെ മനുഷ്യരൂപം അതിലൊഴിയും ചലനം മടക്കിത്തരാൻ അസ്റായിലും നിസ്സഹായനാം നിമിഷം طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع طلع البدر علينا الله من ثنيات الوداع وجب الشكر علينا ما دعا لله داع طلع البدر علينا الله من ثنيات الوداع وجب الشكر علينا الله ما دعا لله داع أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داع طلع البدر علينا الله من ثنيات الوداع وجب الشكر علينا فدعا لله داع يا سيدي يا رسول الله يا سندي يا حبيب الله يا سيدي يا رسول الله يا سندي يا حبيب الله يا سيدي يا رسول الله يا سندي يا حبيب الله يا سيدي يا رحمة الله يا سندي يا نعمة الله يا سيدي يا رسول الله يا سندي يا حبيب الله يا سيدي يا نعمة الله
سيدي الله يا رسول الله يا سندي يا حبيب الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم يا رسول الله أجرنا يا رسول الله أجرنا يا رسول الله أغثنا الحوض رسول الله على حوض رسول الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم سلامي على طه سلامي على ياسين صلى الله على محمد صلى الله عليه وسلم سلامي على البقيع من نوري والقلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم إن قيل زرتم بما رجعتم إن قيل زرتم بما رجعتم يا أكرم الخلق ما نقول يا أكرم الخلق ما نقول اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل وسلم وبارك عليه ഒരു നാൾ മദീനയിൽ എൻ്റെ പാദം പതിയണം പതിയെ നബിയോട് സലാമൊന്നു ചൊല്ലണം ഒരു നാൾ മദീനയിൽ എൻ്റെ പാദം പതിയണം പതിയെ നബിയോട് സലാമൊന്നു ചൊല്ലണം ഇഷ്കിൻഡാഴിയിൽ ഇറങ്ങി മദ്ഹ് പാടില്ല എല്ലാം ഭാഗ്യ പ്രകടനങ്ങൾ മാത്രം ഇരുളിൽ പാപമേറെ ചെയ്തു ഞാൻ കണക്കില്ല നാലാൾ മുന്നിൽ ഞാൻ അഭിമാന പാത്രം നാഥന്റെ അടുക്കൽ ഞാൻ അപമാനി മാത്രം ഒരു നാൾ മദീനയിൽ എൻ്റെ പാദം പതിയണം പതിയെ നബിയോട് സലാമൊന്നു ചൊല്ലണം ഒരു നാൾ മദീനയിൽ എൻ്റെ പാദം പതിയണം പതിയെ നബിയോട് സലാമൊന്നു ചൊല്ലണം വീ
മീമിൽ തുടങ്ങുന്നു ലോകം സദാ നൂറുൽ അമീനാണ് നാരിൽ സലാം റൂഹിൻ്റെ റോഹ പൊരുൾ യാജമാൽ റാഹത്തിലാകി തരുന്നു ജമാൽ മീമിൽ തുടങ്ങുന്നു ലോകം സദാ നൂറുൽ അമീനാണ് നാരിൽ സലാം റൂഹിൻ്റെ റോഹം പൊരുൾ യാജമാൽ റാഹത്തിലാക്കി തരുന്നു ജമാൽ മക്ക മദീന ഞാൻ ഓർത്തുപോയി ഹക്ക് റസൂലിൻ്റെ നിലവിലായി മക്ക മദീന ഞാൻ ഓർത്തുപോയി ഹക്ക് റസൂലിൻ്റെ നിലവിലായി കഅബയെ വലം വെച്ച് പാറുന്ന കിളികളെ കഅബയെ വലം വെച്ച് പാറുന്ന കിളികളെ ഒരു കിളി ഞാനാകാൻ ആശയായി മക്ക മദീന ഞാൻ ഓർത്ത് പോയി ഹക്ക് റസൂലിൻ്റെ നിലവിലായി മക്ക മദീന ഞാൻ ഓർത്ത് പോയി ഹക്ക് റസൂലിൻ്റെ നിലവിലായി റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് പുണ്യ മദീനയിൽ വരണം ആ പച്ച കുപ്പ ചോടയെത്തണം എൻ കൽബിൻ നോവതൊക്കെ തീരണം യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് പുണ്യ മദീനയിൽ വരണം ആ പച്ച കുപ്പ ചോടയെത്തണം എൻ കൽബിൻ നോവതൊക്കെ തീരണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم جاءت لدعوته الأشجار ساجدة تمشي إليه على ساق بلا قدم كأنما سطرت سترا لما كتبت فروعها من بديع الخط باللقم مثل الغمامة نسار سائرة تقيه حرواتي سل الهجير حميد مولاي صل وسلم دائما أبدا على حبيبك خير الخلق
كلهم أقسمت بالقمر المنشق إن له من قلبه نسبة مبرورة القسم وما حوى الغار من خير ومن كرم وكل طرف من الكفار عنه عمي فالصدق في الغار والصديق لم يرما وهم يقولون ما بالغار من آرمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ظن الحمام وأظن العنكبوت على خير البرية لم تنسج ولم تحمي بقاية الله أغنت عن مضاعفتي من الدروع وعن آل وعن الإرام ما سامني الدهر الليل أو استجرت به إلا ونلت جوارا منه لم يظلمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ولا استمست غنى دارين من يده إلا استلمت الندى من خير مستلم لا تنكري الوحي من رؤياه إن له قلبا إذا نامت العينان لم ينام وذاك حين بلوغ من نبوته فليس ينكر فيه حال محتلم تبارك الله ما وحي بمكتسب ولا نبي على غيب بمتهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم كم أبرعت وصيبان باللمس راحته وأطلقت آربا بربقة اللمام الله أحياتي سنة شهباء دعوته حتى حكت غرة في العسور دهمي بعريض جدأ خلط البطاح بها سيبا من اليم أو سيلا من الحريم مولاي صل وسلم دائما أبدا على حبيبك خير
للخلق كلهم دعني وواصفي آيات الله ظهرت ظهورنا للقيرة ليلا على عالمي فالدر يزداد حسنا وهو منتظم وليس ينقص قدرا غير منتظم فأما تطاول أمال المديح إلى ففيه من كرم الأخلاق والشيم آيات حق من الرحمن محدثة قديمة صفة موصوف بالقدم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم لم تقترن به زمان وهي تخبرنا عن المعاد وعن عاد وعن إرم دامت لدينا ففاقت كل معجزة من النبيين إذ جاءت ولم تدمي محكمات فما يبقينا من شؤبه لذي شقاق ولا يبغينا من حكم ما حربت قط إلا عاد من حربي عاد العادي إليه ملقي السلم ردت بلاغتها دعوى معارضها رد الغاي بيد الزاني عن الحرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم لها معان كموج البحر في مدد وفوق جوهره في الحسن والقيام فما تعد بلا تحصى عجائبها ولا تسام على الإكثار بسام مرت بها عين قارها فقلت له لقد غفرت بحبل الله فاعتصمي تتلها خيفة من حر نار لظى أطفأتها لظى من بردها الشبيب مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وكالصراط بهك الميزان معدلتان فالقسط من غيرها في الناس لم يقم لا تعجبا لحسود راح ينكرها تجاهلا وقبعي الحارق الفاهم قد تنكر العين ضوء الشمس من رمدين وينكر
أعفونا ساحته سعيا وفوق موته من عينك رسومي ومن هو الآيات الكبرى لمعتبرين ومن هو النعمة العظمى لمغتنمين سريت من حرمين ليلا إلى حرمين كما سار البدر في تاج من الظلم وبئت ترقى إلى أن نلت منزلة من قاب قوسين لم تدرك ولم ترمي مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم وقدمتك جميع الأنبياء بها والرسل تقديم مكتوب على خدمي وأنت تخترق سبع طباق به في موكب كنت فيه صاحب العالم حتى إذا لم تدع شأوى لمستبقين من الذنوب ولا مرقا لمستنيم خافضت كل مقام بالإضافة إذ نذلت بالرفع مثل المفرد العالمي مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم كيما تفوز بباصل أي مستتير عن العيون وسير أي مكتتب فحزت كل فخار غير مشترك فجزت كل مقام غير مزدحم وجل مقدار ما بليت من رتبي وعز إدراك ما وليت من نعمي بشرى لنا معشر الإسلام إن لنا من العنايات ركنا غير منهدم لما دعا الله داعينا لطاعته بأكرم رسلكم لا أكرم الأمم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم اللهم صل وسلم وبارك عليه مولاي صل وسلم دائما أبدا على حبيبك خير
للخلق كلهم يا أكرم الخلق ما لمن ألوذ به سواك عند حلول للحديث العميم ولي ضيق رسول الله جاهك بي ولي ضيق رسول الله جاهك بي إذا الكريم تجلى باسم منتقم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فإن من جودك دنيا وضرتها ومن علومك علم اللوح والقلم يا نفسي لا تقنطي من زلة عظمت إن الكبائر في الغفران كالأمم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم لعل رحمة ربي حين يقسمها تأتي على حسب العصيان في القسم يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير منخرم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم والطف بعبدك في دارين إن له صبرا متى تدعوه الأهوال ينهزمي وذلي سحبي صلاة منك دائمة على النبي بمن هل ومسجمي والآل وصحبي ثم التابعين لهم أهل التقى والنقى والعلم والكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ما رنحت عذابا تلباني ريح صبا وأتراب العساها بالعيس بالنغم ثم رضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير بن طلحة وأبي عبيدة وابن عوف عشير الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا
واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا رحمة الله إني خائف وجيل يا نعمة الله إني مفلس ناني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. അൽഹംദുലില്ലാ, നമ്മുടെ ഇന്നത്തെ റൗളത്തുൽ ജന്ന എന്ന പരിപാടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ തങ്ങളുടെ
പേരിൽ എല്ലാ വർഷവും പ്രൗഢമായി നടക്കുന്ന സീറത്തുൻ നബി ഇൻ്റർനാഷണൽ അക്കാദമിക് സെമിനാറിൻ്റെ കൂടെയാണ്, അതിൻ്റെ ഭാഗമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധമായ വചനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആഴത്തിലുള്ള പഠനങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞു. അതിനോട് ചേർന്ന് വിശ്വാസികളായ നമ്മൾക്ക് ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്ടവും അവിടുത്തെ തിരുനോട്ടവും ലഭിക്കണമെന്ന് കൊതിച്ചാണല്ലോ നാം എല്ലാ വെള്ളിയാഴ്ച രാവും ഇതുപോലെ സംഗമിക്കാറുള്ളത്. ഇന്ന് വളരെ സന്തോഷത്തോടെ പ്രവാചകരുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഈ വേദിയിൽ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ബറക്കത്താക്കപ്പെട്ട ഒരു സദസ്സ്, അത് ബറക്കത്തുള്ളതാണ് എന്ന് ഞാൻ സംസാരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാകും. ഏറെ ബഹുമാനമുള്ളതാണ്, വളരെ ആദരവ് കാണിക്കേണ്ടതാണ്, മനസ്സുകൊണ്ട് ഇഷ്ടം വെച്ച് സ്വീകരിക്കേണ്ടതാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇഷ്ടമുള്ള അനുയായികൾ എങ്ങനെയൊക്കെയാണ് ഇഷ്ടം പ്രകടിപ്പിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഗവേഷണം നടത്തിയിട്ടുണ്ട്. വ്യത്യസ്തങ്ങളാകുന്ന രീതിയിൽ അവരുടെ ഇഷ്ടം പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. ഓരോരുത്തരും ചെയ്ത രീതികളെക്കുറിച്ച് ഞാനിവിടെ പരാമർശിക്കുന്നില്ല. അങ്ങനെ പലതിലേക്കും പല കാര്യങ്ങളും നിർവഹിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അതിപ്രാധാന്യത്തോടെ അവിടുത്തെ സ്നേഹിക്കുന്ന അനുയായികൾ നിർവഹിച്ച ഒന്നാണ് അവിടുത്തെ തിരുവചനങ്ങൾക്കു വേണ്ടിയുള്ള ഖിദ്മത്തുകൾ എന്നത്. SSF സംസ്ഥാന കമ്മിറ്റി സീറത്തുൻ നബി അക്കാദമിക് കോൺഫറൻസ് നടത്തുമ്പോൾ ഇതിൻ്റെ ഒരേ ഒരു താല്പര്യം പാരത്രികമായ ലോകത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസവിധത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ അവിടുത്തെ മുന്നിൽ സന്തോഷപൂർവ്വം സമർപ്പിക്കാനുള്ള, അവിടുത്തെ തിരുവചനങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ടുള്ള ഒരു ഖിദ്മത്തായി ഇത് മാറുമെന്ന പ്രതീക്ഷയാണ്. അല്ലാഹു അങ്ങനെ തന്നെ ഖബൂൽ ചെയ്ത് നമുക്ക് പാരത്രിക ലോകത്ത് അവശേഷിപ്പിച്ചു തരുമാറാവട്ടെ. വലിയ ഭാഗ്യമാണത്. അവിടുത്തോട് ഇഷ്ടമുള്ള ആളുകൾ ആ ഹദീസിൻ്റെ പിന്നാലെ പോയിട്ടുണ്ട്. വലിയ പ്രയാസങ്ങൾ സഹിച്ചും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാചകങ്ങൾ ഒപ്പിയെടുക്കുന്നതിന് വേണ്ടി ജീവിതത്തിൻ്റെ സുഖാസ്വാദനങ്ങളെ വെടിഞ്ഞ എത്രയോ ആളുകളെ നമുക്ക് കാണാം. അതിലേറെ പ്രധാനിയാണ് ഒരുപാട് ഹദീസുകൾ റിവായത്ത് ചെയ്ത അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അവിടുത്തെ ജീവിതമൊന്ന് പരിശോധിച്ചു നോക്കൂ. അവിടെ നിന്നുകൊണ്ടാണ് നാം വായിച്ചെടുക്കേണ്ടത് നാമും പ്രവാചകരും പ്രവാചക വചനങ്ങളും തമ്മിലുള്ള ആത്മബന്ധം എന്ത് എന്നതിനെക്കുറിച്ച്. പട്ടിണി കിടക്കുകയാണ്. മസ്ജിദുൻ നബവിയിലെ മണൽത്തരിയിൽ കിടന്നുരുളുന്ന ഒരാൾ. ആരാണ് ആ കിടന്നുരുളുന്നവർ? അത് മറ്റാരുമല്ല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ദിവസങ്ങളോളമായി ഭക്ഷണം കഴിച്ചിട്ട് പ്രവാചകരിലേക്ക് ഹദിയ വരുന്നത് വല്ലതും കഴിച്ച് പശിയടക്കുന്നതാണ് അവിടുത്തെ രീതി. പക്ഷേ ദിവസങ്ങൾ വേണ്ട രൂപത്തിൽ ഭക്ഷണം കിട്ടാതെ ശാരീരികമായി ക്ഷീണിച്ച് വിശപ്പൊന്ന് ശമിക്കുന്നതിന് മണൽത്തരിയിൽ കിടന്നിങ്ങനെ ഉരുളുകയാണ്. അപ്പോഴാണ്
തൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ സ്വഹാബികളായ ആളുകൾ മസ്ജിദുൻ നബവിയിൽ നിന്ന് ഇറങ്ങി നടന്നു പോകുമ്പോൾ വഴിയോരത്ത് പ്രയാസത്തോടെ പ്രതികരിക്കുന്ന അബൂ ഹുറൈറ തങ്ങളോട് ചോദിച്ചത്, നിങ്ങൾക്കെന്തേ ഇങ്ങനെ പ്രയാസം? ഞങ്ങളെ കൂടെ വരുമോ? ജോലി ചെയ്ത് പശിയടക്കാനുള്ള വകുപ്പുണ്ടാക്കാം എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ മഹാനവർകൾ തിരിച്ചു കൊടുക്കുന്ന മറുപടിയുണ്ട്, ശരിയാണ്, നിങ്ങളെ കൂടെ വന്നാൽ എനിക്ക് എൻ്റെ ഭക്ഷണ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ ലഭിക്കും. പക്ഷേ ഞാൻ എന്തുകൊണ്ടാണ് ഈ പ്രയാസങ്ങൾ സഹിച്ച് ഇവിടെ തന്നെ ഇരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ആലോചിച്ചാൽ ആ ഭക്ഷണം കിട്ടാത്തതിൻ്റെ പ്രയാസം തീരും. ഞാൻ ഇവിടെ നിന്ന് നിങ്ങളെ കൂടെ യാത്ര ചെയ്തു, ആ സമയം എനിക്കെൻ്റെ ഹബീബിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെടുകയാണ്. ഞാൻ എന്തിനാണ് ഈ സാന്നിധ്യത്തിൽ ഇങ്ങനെ ചടഞ്ഞുകൂടുന്നത്? ഞാൻ എന്തിനു വേണ്ടി ചടഞ്ഞുകൂടുന്നു? അവിടുത്തെ തിരുവചനങ്ങൾ കേൾക്കുമ്പോൾ അത് ഹൃദ്യസ്ഥമാകാതെ വേവലാതിപ്പെട്ട സന്ദർഭം, അത് മനസ്സിൽ നിൽക്കുന്നില്ല എന്ന ആവലാതി. ആ ആവലാതി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സബിതത്തിൽ ബോധിപ്പിച്ചപ്പോൾ തന്റെ മേൽത്തട്ടം വിരിക്കാൻ പ്രവാചകർ അതിലേക്ക് വാരിയിട്ട് കൊടുക്കുന്ന ആംഗ്യം കാണിച്ചു, നെഞ്ചോട് ചേർത്ത് കൂട്ടിപ്പിടിക്കാൻ പറഞ്ഞു. ആ പ്രവർത്തനം ചെയ്തതോടെ എനിക്ക് പറയുന്ന വാചകങ്ങൾ ഒന്നും മറന്നുപോകാറില്ല, എനിക്ക് ഒന്നും നഷ്ടപ്പെടാറില്ല. അതങ്ങനെ തന്നെ കൽബിൽ ഉറക്കുകയാണ്. ഞാൻ മറന്നു എന്ന് വിചാരിച്ചതെല്ലാം എൻ്റെ മനസ്സാന്തരങ്ങളിലേക്ക് വരികയാണ്. എൻ്റെ ആഗ്രഹമാണത്. ഞാനും എൻ്റെ മുത്തുനബിയും തമ്മിലുള്ള ആത്മബന്ധം എങ്ങനെ അടയാളപ്പെടുത്തണം എന്നതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഞാൻ എത്തിയ തീരുമാനം ഇതാണ്: പ്രവാചകരുടെ വചനങ്ങളെ ഒപ്പിയെടുക്കുക, അതെടുത്തു മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. ദുനിയാവിലുള്ള എന്ത് സൗകര്യങ്ങൾ നഷ്ടപ്പെട്ടാലും അതെനിക്ക് പ്രശ്നമല്ല എന്ന് ആലോചിച്ച മഹാനവറുകൾ കൂട്ടുകാരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ കൂടെ ജോലിക്ക് വന്നാൽ അവിടുന്ന് ഞാൻ പോയി വരുന്നതിൻ്റെ ഇടക്ക് പറയുന്ന കാര്യങ്ങൾ എനിക്ക് നഷ്ടപ്പെടുമല്ലോ, അതുകൊണ്ട് ഞാൻ വരുന്നില്ല, നിങ്ങൾക്ക് പോകാം. എൻ്റെ വിശപ്പെനിക്ക് പ്രശ്നമല്ല, എൻ്റെ ഹബീബിൻ്റെ ചാരത്തു തന്നെ നിന്നിട്ട് ഞാൻ എൻ്റെ വിശപ്പ് മാറ്റിക്കൊള്ളാം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അങ്ങനെയാണ് പ്രതികരിച്ചത്. ഇവിടെ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? പുതിയ കാലത്ത് പഠനങ്ങളിൽ പ്രവേശിക്കുന്നവർ എത്രമാത്രം പ്രവാചക അധ്യാപനങ്ങളെ കൃത്യമായി പഠിക്കാനും അതിനെ വിശകലനം ചെയ്യാനും അതിനെ അപഗ്രഥനം ചെയ്തുകൊണ്ട് പുതിയ കാലത്തിനനുസരിച്ച് മുത്തുനബിയുടെ വാചകങ്ങളുടെ പ്രൗഢിയെ, പ്രതാപത്തെ അവതരിപ്പിക്കാനും കഴിയുന്നു എന്നത് ആലോചിക്കേണ്ടതാണ്. അബൂ ഹുറൈറ തങ്ങൾക്ക് ഇത്രമേൽ ഹദീസ് റിവായത്ത് ചെയ്യാൻ സൗഭാഗ്യമുണ്ടായത് വെറുതെയല്ല. സ്വഹാബാക്കളെ കൂട്ടത്തിൽ ഹദീസിന്റെ റിവായത്തിൽ നമ്പർ 1 ആയി നിൽക്കുന്നത് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. അവിടുന്ന് പ്രവാചകരോടുള്ള ബന്ധം സ്ഥിരപ്പെടുത്താൻ സെലക്ട് ചെയ്ത വഴി ഹദീസ് കേട്ട് പഠിക്കുക എന്നതാണ്. അങ്ങനെ കേൾക്കുന്ന ഹദീസുകൾ, ആ ഹദീസുകൾ അത് സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്ത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്താലോ അത് വലിയ സൗഭാഗ്യമല്ലേ, സന്തോഷമല്ലേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടില്ലേ, നല്ലറല്ലാഹു റഅൻ സമിഅ മിന്നാ ഹദീസൻ, എൻ്റെ ഹദീസിനെ കേട്ട ആളുകൾ അവരെത്ര ഭാഗ്യവാന്മാരാണ്. അവർ ആ ഹദീസിനെ ഹിഫ്ളാക്കി, ആ ഹിഫ്ളാക്കിയ ഹദീസിനെ അവരെത്തിച്ചു കൊടുത്തു മറ്റുള്ളവർക്ക്. അങ്ങനെ എത്തിച്ചു കൊടുക്കുന്ന ആളുകൾ അവർ ഒരുപക്ഷെ ഇവരെക്കാൾ അതിനെക്കുറിച്ച് വിവരമുള്ളവരായിരിക്കാം, ബോധ്യമുള്ളവരായിരിക്കാം. അങ്ങനെ ഹദീസിനെ സൂക്ഷിച്ച്
ആ ഹദീസിനെ കൈമാറ്റം ചെയ്തു കൊടുക്കുന്നയാൾക്ക് അള്ളാഹുവിന്റെ പ്രത്യേകമായ കാരുണ്യവും സംരക്ഷണവും പരിഗണനയും ഉണ്ടെന്ന് പറയുന്നത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അപ്പോൾ ഹദീസുകൾ കൈകാര്യം ചെയ്യുക, ഹദീസുകൾ അത് പരമാവധി അതിനു വേണ്ടി ഖിദ്മത്ത് ചെയ്യുക, അത് വലിയ ഭാഗ്യമാണ്, വലിയ സന്തോഷമാണ്. അതുകൊണ്ടാണ് മഹാന്മാരായ ഇമാമുകൾ നേരത്തെയെല്ലാം വ്യത്യസ്ത പ്രഭാഷണങ്ങളിൽ കേട്ടുപോയിട്ടുണ്ട്. ആ ഹദീസിനു വേണ്ടി ചെയ്ത ത്യാഗങ്ങൾ, അധ്വാനം എത്രയാണ്. എന്തിനാണ് അവർ ജീവിതത്തിന്റെ സുഖങ്ങളെ ഉപേക്ഷിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. മഹാന്മാരായ ഇമാമുകളെ കുറിച്ച് നമ്മൾ ആലോചിച്ചാൽ നമ്മൾ വല്ലാതെ ചെറുതാകുന്നതായി തോന്നും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇഷ്ടമുണ്ട് എന്ന് നമ്മൾ പറയുന്നു. ആ പറയുന്നത് എത്രമാത്രം പ്രാവർത്തികമാണ് എന്നത് ആലോചിക്കുമ്പോൾ അവിടെയാണ് നമ്മുടെ കുറവ് ബോധ്യപ്പെടുന്നത്. ജീവിതത്തിന്റെ എല്ലാ സുഖങ്ങളും സർവസമ്പത്തും പ്രവാചകരുടെ ഹദീസിനു വേണ്ടി ചെലവഴിച്ച് കഴിഞ്ഞുപോയ ആളുകൾ എന്നു മാത്രമല്ല, എത്ര വലിയ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നാലും അതെല്ലാം മുത്തുനബിയുടെ വചനങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് സഹിക്കുകയാണ്. അതൊരാസ്വാദനമായി മാറുകയാണ്, സന്തോഷമായി മാറുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് സ്വീകരിക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത ആളുകൾ, ആ ആളുകൾ എത്രമാത്രം വ്യത്യസ്ത രീതികളിൽ ഇടപെട്ടു. മഹാനായ കസീർ ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുന്തു ജാലിസൻ മഅ അബി ദർദാ, ഞാൻ അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ്. എവിടെയാണ് ഇരിക്കുന്നത്? ഫീ മസ്ജിദ് ദിമഷ്ക്, ദിമഷ്കിലെ പള്ളിയിലാണ് ഇരിക്കുന്നത്. ഫതാഹു റജുലുൻ, അപ്പോൾ ഒരാൾ അവിടേക്ക് വന്നു. അവിടെ വന്നിട്ട് ഫഖാൽ യാ അബൂ ദർദാ, ഓ അബൂ ദർദാ തങ്ങളെ, ജിഅ്തുക മിനൽ മദീന, ഞാൻ എവിടെ നിന്നാണ് വരുന്നത്? ദിമഷ്ക് എവിടെയാണ്, മദീന എവിടെയാണ് എന്നതിനെ കുറിച്ചുകൂടെ ആലോചിക്കണം. എത്രയോ ദീർഘമായ യാത്ര, ആ യാത്ര നിർവഹിക്കുകയാണ്, മദീനയിലേക്ക് എത്തുകയാണ്, ആ മദീനയിൽ നിന്ന് ദിമഷ്കിലെത്തുകയാണ്. അങ്ങനെ വന്നതാണ് എന്ന് കേട്ടപ്പോൾ അബൂ ദർദാ റളിയല്ലാഹു അൻഹു അത്ഭുതത്തോടെ ഒന്ന് ചോദിച്ചു, മദീനത്തു റസൂലില്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയാണോ എന്ന് ചോദിക്കുകയാണ്. നഅം, അതെ, അവിടുന്ന് തന്നെയാണ്. എന്തിനാണ് ഞാൻ വന്നത്? ആ മനുഷ്യൻ പറയുന്നു, ലി ഹദീസിൻ ബലഗനി അന്നക, തീർച്ചയായും ഒരു ഹദീസിനു വേണ്ടിയാണ്. ബലഗനി, എനിക്കെത്തിയിട്ടുണ്ട്. അന്നക തഹദദു, ആ ഹദീസിനെ അങ്ങ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എവിടെ നിന്നാണ് അങ്ങക്ക് കിട്ടിയത്? അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് നേരിട്ടൊരു ഹദീസ് കിട്ടിയിട്ടുണ്ട്. ആ കിട്ടിയ ഹദീസ് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു എന്ന വിവരമറിഞ്ഞപ്പോൾ ഞാൻ മദീനയിൽ നിന്ന് ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങോട്ട് പോന്നതാണ്. അപ്പൊ മദീനത്ത് നിന്ന് എന്തിനാണ് വന്നത്? ഒരൊറ്റ ഹദീസ് കേൾക്കാൻ വേണ്ടിയാണ്. നിങ്ങളിൽ നിന്ന് ഒരു ഹദീസ് ഉണ്ടെന്ന് അറിഞ്ഞതിന്റെ പേരിലാണ്. അപ്പൊ അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം, അല്ല വേറെ ആവശ്യമൊന്നുമില്ലേ? വലാലി തിജാറ, എന്തെങ്കിലും ചെറിയ കച്ചവടമോ ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? വേറെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? ഖാല ലാ, ഇല്ല, എനിക്ക് വേറെ ഉദ്ദേശവും ഇല്ല. അപ്പൊ വീണ്ടും ചോദ്യം, വലാ ജിഅ്ത ഇല്ലാ ലിഹാദൽ ഹദീസ്, ഈ ഹദീസിന് വേണ്ടി മാത്രമാണോ നിങ്ങൾ വന്നത്? ഇത്രയും ദൂരെ സഞ്ചരിച്ചുകൊണ്ട് നിങ്ങൾ എത്തിയത് ഈ ഒരു ഹദീസ് കേൾക്കാൻ വേണ്ടി മാത്രമാണോ? അപ്പൊ പറഞ്ഞു, നഅം, അതെ, ഞാൻ ആ ഹദീസ് കേൾക്കാൻ വേണ്ടിയാണ് വന്നത്. ഇത് കേട്ടപ്പോൾ അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത സന്തോഷമായി. മുത്തുനബിയോട് മനസ്സിൽ സ്നേഹം വെച്ച് പുലർത്തുന്ന അനുയായികൾ
അവിടുത്തെ തിരുവചനത്തിനു വേണ്ടി എത്രയാണ് യാത്ര ചെയ്യുന്നത്, എത്രയാണ് കഷ്ടപ്പെടുന്നത്. ആ ഒരൊറ്റ ഹദീസിനു വേണ്ടി മാത്രം എത്രയോ പ്രയാസങ്ങൾ സഹിച്ച് അവിടെ എത്തുകയാണ്. ആ ഹദീസ് പറഞ്ഞു കൊടുത്തു. ഫഇന്നി സമഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മൻ സലക ത്വരീഖൻ യത്ലു ഫീഹി ഇൽമൻ സലക ബിഹി ത്വരീഖൻ മിൻ തുർഖിൽ ജന്ന. ഇൽമിന്റെ മഹത്വം പറയുന്ന ദീർഘമായ ഹദീസാണ്. ആ ഹദീസ് മഹാനവറുകൾ പറഞ്ഞു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഒരു ഹദീസിനു വേണ്ടി മാസങ്ങളോളമുള്ള യാത്രയാണ്. ഇതൊരാടെ മാത്രം കഥയാണോ? അല്ല, ഇനിയും കാണാം. ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതേ മഹാനായ ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഹദീസ് തെരഞ്ഞു, ഹദീസിനു വേണ്ടി യാത്ര ചെയ്തു. ആ യാത്രയെക്കുറിച്ച് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയുന്നു, അവിടുന്ന് ആദ്യം യമനിലേക്ക് പോയി, വഇലാ മിസ്ർ, പിന്നെ മിസ്റിലേക്ക് പോയി, വഇല ശാം, പിന്നെ ശാമിലേക്ക് പോയി, വൽ ബസറ വൽ കൂഫ, ബസറയിലേക്ക് കൂഫയിലേക്ക്, ഇങ്ങനെ സഞ്ചാരമാണ്. ആരെങ്കിലും ഒരു ഹദീസ് പറഞ്ഞു കൊടുക്കുന്നു എന്ന് കേട്ടാൽ അവിടേക്കുള്ള യാത്രയാണ്. പ്രവാചക അധ്യാപനങ്ങളോട് അനുരാഗം കാണിച്ച് ആത്മബന്ധം സ്ഥാപിച്ചെടുക്കാനുള്ള അനുയായിയുടെ ഇടപെടലാണ് നമ്മൾ ഇതിലൂടെ വായിച്ചെടുക്കേണ്ടത്. ഹദീസിന്റെ ആധികാരികതകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, അതിന്റെ വസൂഖിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, അതിന്റെ ദലാലത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. എന്റെ സംസാരം അതിലേക്കൊന്നുമല്ല. ഞാൻ എന്റെ സംസാരം അതേ ഫോക്കസ് ചെയ്യുന്നത് ഹബീബിനോട് ഇഷ്ടമുണ്ടെന്ന് പറയുന്നവർ അവർ ജീവിതത്തിൽ സ്വീകരിക്കുന്ന ചില പ്രതികരണങ്ങൾ, ആ പ്രതികരണങ്ങളിൽ നിന്ന് പ്രവാചകരുടെ വചനങ്ങളോട് ഇഷ്ടം കാണിച്ച മഹത്തുക്കളുടെ പ്രതികരണമാണ്, പ്രവർത്തനമാണ്. സുബ്ഹാനല്ലാഹ്, ദീർഘമായ യാത്ര നടത്തി മഹാനവറുകൾ. ആ യാത്ര നടത്തിയപ്പോൾ മഹാനായ ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു അവിടുന്ന് വഫാത്തായ സമയത്ത്, വഫാത്തിനു ശേഷം മഹാനായ ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിനെ സ്വപ്നത്തിൽ കണ്ടപ്പോൾ, ആ സ്വപ്നത്തിൽ കണ്ട സംഭവത്തെ കുറിച്ച് പറയുന്നുണ്ട്. അബൂ മൻസൂർ അഹ്മദ് ബിൻ ഹുസൈൻ ബിൻ അലി ബിൻ അംർ ബിൻ മുഹമ്മദ് മുസ്സുക്കിരി മഹാനവറുകൾ പറയുന്നുണ്ട്, അവിടുന്ന് ഉദ്ധരിക്കുന്നുണ്ട്. എന്താണ് പറയുന്നത്? സ്വപ്നത്തിൽ കണ്ട സമയത്ത് ശിഷ്യനോട് സക്കരിയ ഇബ്നു അദി എന്ന് പറയുന്ന ശിഷ്യൻ മഹാനായ ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിനെ സ്വപ്നത്തിൽ കാണുന്നു. ഫഖുൽതു, ആ സമയത്ത് ഞാൻ ചോദിച്ചു ഉസ്താദിനോട്, മാ ഫഅലല്ലാഹു ബിക, അല്ലാഹു നിങ്ങളെ കൊണ്ട് എന്തു ചെയ്തു, നിങ്ങളുടെ അവസ്ഥ എന്താണ്? ആ സമയത്ത് സ്വപ്നത്തിലൂടെ ഉസ്താദും ശൈഖുമായ ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഗുഫിറ ലീ ബിരിഹ്ലതി ഫിൽ ഹദീസ്, എനിക്ക് അല്ലാഹു പുറത്തു, ഗുഫിറ ലീ ബിരിഹ്ലതി, എനിക്ക് പുറത്തു തന്നിരിക്കുന്നു, അല്ലാഹു പുറത്തു തന്നിരിക്കുന്നു എൻ്റെ യാത്ര കൊണ്ട്. എന്തിനുള്ള യാത്രയാണ്? ഹദീസിനു വേണ്ടി എൻ്റെ സഞ്ചാരമില്ലേ, ആ സഞ്ചാരം വെറുതെ ആയിട്ടില്ല. ആ സഞ്ചാരം കൊണ്ട് എനിക്ക് കിട്ടിയത് സർവപാപങ്ങളും പുറത്ത് സ്വർഗീയ ലോകത്ത് വലിയ ദറജയിലേക്ക് അല്ലാഹു എന്നെ ഉയർത്തിയിരിക്കുന്നു.
ഹദീസിനു വേണ്ടി ഖിദ്മത്ത് ചെയ്യുമ്പോൾ ലഭിക്കുന്ന മഹത്വമാണ്. ആ ഹദീസിനു വേണ്ടിയുള്ള ഈ ഖിദ്മത്തുകൾ എത്ര വലുതാണ് മഹാന്മാരുടേത്. ഒരു സംഭവം കൂടെ പറയട്ടെ. മഹാനായ അബുൽ ആലിയ റളിയല്ലാഹു അൻഹു പറയാണ്. എന്താണ് പറയുന്നത്? മഹാന്മാരായ സ്വഹാബാക്കളിൽ നിന്ന് ഒരു റിവായത്ത് വന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾ കേട്ടാൽ, കുന്നാ നസ്മഉ അർ-റിവായത അൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ കേൾക്കുകയാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് അതേ സ്വഹാബാക്കൾ അവരൊരു റിവായത്ത് പറയുന്നുണ്ട്, ഒരു ഹദീസ് റിവായത്ത് ചെയ്യുന്നുണ്ട് എന്ന് കേട്ടു. വനഹ്നു ബിൽ ബസറ, ഞങ്ങൾ എവിടെ നിന്നാണ് കേട്ടത്? ബസറയിൽ നിന്നാണ് കേട്ടത്. അങ്ങനെ കേട്ടപ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ചു പോയി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നേരിട്ട് അവിടുത്തെ വചനങ്ങൾ കേട്ട സ്വഹാബിയിൽ നിന്ന് ആ വചനമൊന്ന് കേട്ടാലോ, അത് വലിയ സന്തോഷമല്ലേ. അങ്ങനെ ഞങ്ങൾ ബസറയിൽ നിന്ന് പുറപ്പെട്ടു. എവിടേക്കാണ്? നർക്കബു ഇലൽ മദീന, മദീനയിലേക്ക് ഞങ്ങൾ പുറപ്പെട്ടു. എന്തിനാ പുറപ്പെടുന്ന? ഒറ്റൊരു ആഗ്രഹേ ഉള്ളൂ. സാമ്പത്തികമായ താല്പര്യങ്ങളല്ല, ഭൗതികമായ ലാഭങ്ങളല്ല, ഒരേ ഒരു താല്പര്യമാണ്. അത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാചകങ്ങൾ നേരിട്ട് കേട്ട സ്വഹാബാക്കളിൽ നിന്ന് ആ വചനം ഒന്ന് കേൾക്കണം. ഇതാണ് ആഗ്രഹം. അങ്ങനെ മദീനയിലേക്ക് യാത്ര ചെയ്തു. ഫസമിഅഹാ, ഞങ്ങൾ ആ വാചകങ്ങൾ കേട്ടു. മിൻ അഫ്വാഹിഹിം, അവരുടെ ചുണ്ടുകൾക്കിടയിലൂടെ ഉതിർന്നു വീഴുന്ന വിധത്തിൽ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാചകങ്ങൾ ഞങ്ങൾ കേട്ടു. ഞങ്ങളത് അനുഭവിച്ചു. ഞങ്ങൾക്കത് വലിയ സന്തോഷമായി. മഹാന്മാര് അതേ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിനോട് കാണിക്കുന്ന രീതിയാണത്, താല്പര്യമാണത്. ഇനി നിങ്ങൾ നോക്കൂ, ആ ഹദീസിനെ എത്രമാത്രം ആദരവോടെയാണ് മഹാന്മാര് കാണുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, ഈ